السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിലാണ് നാം ഉള്ളത്. ഓരോ നിമിഷവും ധാരാളം നന്മകൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. ഖുർആൻ പാരായണം കൊണ്ടും സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിച്ചും ധാരാളമായി പ്രാർത്ഥനകളും ദിക്റുകളും വർദ്ധിപ്പിച്ച് ഈ റമളാനിനെ സജീവമാക്കാൻ നാം എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പരിശ്രമങ്ങളെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും തകർക്കുന്ന, നിഷ്ഫലമാക്കുന്ന പ്രവർത്തനങ്ങളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണവും പാനീയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നവരാണ് നാം. ഓരോ ദിവസവും അല്ലാഹുവിൻ്റെ വജ്ഹുദ്ദേശിച്ച് നോമ്പനുഷ്ഠിക്കുന്ന നമ്മൾ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം മോശമായ സംസാരം നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് നമുക്ക് നൽകുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാം: മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു. മോശപ്പെട്ട സംസാരവും പ്രവർത്തനങ്ങളും ഒഴിവാക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാരുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആവശ്യമില്ല. അത്തരക്കാരുടെ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സംസാരത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കാരണം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് നൽകുവാനും മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ നമ്മൾ വഹിക്കുവാനും കാരണമാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാവാണ്. അതിന് കാരണമാകുന്നത് നമ്മുടെ സംസാരമാണ് അതിന് കാരണമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഉണർത്തിയത്: മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം: യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദ, സദീദായ നല്ല വാക്കുകൾ നിങ്ങൾ സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തിയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സംസാരമായി നമ്മുടെ സംസാരം മാറുവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.